മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മറന്നുപോയാൽ ജീവിതത്തിൽ നിങ്ങൾ വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാകും. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. കാലുകൾ മുറിഞ്ഞേക്കാം, എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിത വിജയവും. ഭക്തരെ, നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാൻ ഉണ്ടാകും. അതാണ് ജീവിതം. എത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. ജീവിതത്തിൽ പുസ്തകങ്ങളെയും മനുഷ്യരെയും വായിക്കാൻ പഠിക്കുക. കാരണം പുസ്തകങ്ങൾ അറിവും മനുഷ്യർ അനുഭവവും തരുന്നു. ഭക്തരെ, കരുണയുള്ള മനുഷ്യൻ ഫലവൃക്ഷം പോലെയാണ്. ഫലങ്ങൾ നൽകിയിട്ട് നിശബ്ദനായിരിക്കും. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷം ഉണ്ടാകില്ല. അത് സ്നേഹമായാലും. ഭക്തരെ, മരിക്കുമെന്നറിഞ്ഞിട്ടും നിങ്ങൾ ജീവിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് തോൽക്കുമെന്ന് പേടിച്ച് നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത്? ഭക്തരെ, വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് വിഡ്ഢിയാകാതിരിക്കുക. നിങ്ങൾക്ക് വേദനിക്കും എന്നറിഞ്ഞിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, ഉപയോഗിക്കുകയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങൾ ഒരു മോശം വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഭക്തരെ, വന്നതും നിന്നതും നേടിയതും പോകുന്നതും എല്ലാം നീ ഒറ്റയ്ക്കാണ്. പിന്നെ എന്തിനാണ് പേടിച്ച് ജീവിക്കുന്നത്? സമചിത്തതയുള്ള മനസ്സിനോളം കാഠിന്യം മറ്റൊന്നിനുമില്ല. സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല. ആഗ്രഹത്തേക്കാൾ വലിയ രോഗമില്ല. ദയയേക്കാൾ വലിയ നന്മയും ഇല്ല. ഭക്തരെ, വ്യക്തമായ ലക്ഷ്യമുള്ള വ്യക്തി ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.